ഇന്ന് ഒരുപാട് പേരിൽ സംശയമുണർത്തുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ്. 1835 രണ്ടാം നിയമസമിതിയുടെ കാലം മുതൽക്കേ ഇന്ത്യയിലെ നിയമങ്ങളുടെ ഏകീകരണം ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ജനതയെ തങ്ങളുടെ പരിധിയിൽ നിർത്തുവാനും അടിച്ചമർത്തുവാനും ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന പല നിയമങ്ങളും ഇന്നും നിലനിൽക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ വലിയ പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ക്രിമിനൽ പീനൽ കോഡ് പോലെ നിരവധി വിഷയങ്ങളിൽ ഈ ഒരു ദൗർബല്യത്തിന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇന്ന് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു അവർ ചാനൽ. ക്രിമിനൽ, സിവിൽ, കോൺട്രാക്ട്, മോട്ടോർ വാഹന നിയമം ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഏതൊരു മതവിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരുപോലെയാണ്. എന്നാൽ വ്യക്തി നിയമങ്ങൾ അഥവാ പേഴ്സണൽ ലോസ് അത് ഓരോ മതവിഭാഗക്കാർക്കും വ്യത്യസ്തമാണ്. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള വ്യക്തി നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന മത, ജാതി, വൈജാതിത്വങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം ബാധകമാകുന്ന രീതിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഈ ഒരു വ്യക്തി നിയമത്തെ നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന ഒരു പൊതു വ്യക്തി നിയമ സംഹിത ആവശ്യമാണ് എന്ന വാദത്തിൽ നിന്നുമാണ് ഈ സിവിൽ കോഡിന്റെ ആവശ്യകത ഉണ്ടായി വന്നത്. ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ വ്യക്തികളുടെ വിവാഹം, വിവാഹമോചനം, പരമ്പരാഗത സ്വത്ത്, ദത്ത്, ജീവനാംശം എന്നീ വിഷയങ്ങളിലെല്ലാം പൊതുവായ നിയമം കൊണ്ടുവരിക എന്നതാണ് സിവിൽ കോഡിന്റെ ഉദ്ദേശം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലെ 44-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തിന്റെ കടമയായിട്ടാണ് കണക്കാക്കുന്നത്. സിവിൽ കോഡ് കൊണ്ടുവരുന്നതിലുള്ള പ്രധാന പ്രശ്നമായി പറയപ്പെടുന്നത് അത് ഭരണഘടന നമുക്ക് നൽകുന്ന 3 അവകാശങ്ങളെ ലംഘിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തേത് ആർട്ടിക്കിൾ 25 ആണ്. ആർട്ടിക്കിൾ 25 പ്രകാരം മനസാക്ഷിക്കും സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചരണത്തിനും മതപ്രചാരണത്തിനും നമുക്കുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 26B ആണ്. മതവിഭാഗങ്ങൾക്ക് മതകാര്യം തീരുമാനിക്കാനുള്ള അവകാശമാണ് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 29, അതായത് വ്യത്യസ്തമായ സംസ്കാരം നിലനിർത്തുവാനുള്ള അവകാശം. UCC നിലവിൽ വന്നാൽ ഈ 3 അവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സിവിൽ കോഡ് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഭരണഘടനാ രൂപീകരണ സമയത്തെ നടന്നിട്ടുണ്ട്. സിവിൽ കോഡ് മൗലിക അവകാശമാക്കണമെന്ന അഭിപ്രായങ്ങൾ അന്നേ ഉയർന്നിരുന്നു. എന്നാൽ അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന സർദാർവല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയുടെ തീരുമാനത്തിനാണ് അന്ന് ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശത്തിന്റെ കീഴിലായി മാറി UCCയുടെ സ്ഥാനം. അതിനാൽ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്കാണ് UCC ഉൾപ്പെടുത്തിയത്. തുടർന്ന് ഏക സിവിൽ കോഡിനായി രാജ്യം ശ്രമിക്കണമെന്ന് പറഞ്ഞ് 44-ാം ആർട്ടിക്കിളിൽ 4-ാം ഘട്ടം അവസാനിപ്പിക്കുകയാണ് ഭരണഘടനാ സൃഷ്ടാക്കൾ അന്ന് ചെയ്തത്. ഇത് ഏറെക്കുറെ അസാധ്യമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം എഴുതി അന്ന് അവസാനിപ്പിച്ചത്. ഹിന്ദു വിഭാഗത്തിൽ പോലും പല വിഭാഗങ്ങൾക്കും പല നിയമങ്ങളാണുള്ളത്. എന്നാൽ ഇത് മറികടക്കാൻ അന്ന് BR അംബേദ്കർ ഏകീകൃത നിയമം കൊണ്ടുവരികയുണ്ടായി. പക്ഷേ ഹിന്ദു കോഡ് വോട്ടിലിട്ടപ്പോൾ 28-ൽ 23 പേരും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇനി അഥവാ നിയമം പാസ്സായാൽ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ വീറ്റോ ചെയ്യുമെന്നും അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്രപ്രസാദ് പരസ്യമായി പറയുകയുണ്ടായി. ഒടുവിൽ വിവിധ ജാതി വിഭാഗങ്ങൾക്ക് ഏക നിയമം കൊണ്ടുവരുന്ന ചട്ടങ്ങൾ എല്ലാം എടുത്തു കളഞ്ഞ് ജവഹർലാൽ ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഹിന്ദു കോഡ് ബില്ലിനെ നിങ്ങൾ വധിച്ചു എന്ന് പ്രസ്താവിച്ച് 1951 സെപ്റ്റംബർ 27-ന് അംബേദ്കർ രാജിക്കത്തെഴുതി പടിയിറങ്ങുകയുണ്ടായി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാകുന്നതിനെ സുപ്രീം കോടതി പിന്തുണയ്ക്കുന്നതായി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. വിധി ന്യായങ്ങളിലും നിരീക്ഷണങ്ങളിലുമെല്ലാം കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് രാഷ്ട്രീയ രംഗത്തും നിയമമേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കേസാണ് 1985-ലെ ഷാ ബാനു കേസ്. തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയ ഷാ ബാനുവിന് മുൻ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന് അന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ ഈ ഉത്തരവ് മറികടക്കുകയുണ്ടായി. 1995-ലെ മുദ്ഗൽ വിധിന്യായം, 97-ലെ ജോൺ വള്ളമറ്റം കേസ്, 2019-ലെ പൗലോ കുടിഞ്ഞോ കേസ് തുടങ്ങി നിരവധി വിധികളിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത കോടതി പരാമർശിച്ചിട്ടുണ്ട്. 2016-ൽ 1-ാം മോദി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിനെ പറ്റി പഠിക്കുവാൻ നിയമ കമ്മീഷനോട് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് 2018-ൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിന് പകരം വ്യക്തി നിയമങ്ങളിലെ വിവേചനങ്ങൾ കണ്ടെത്തി ഭേദഗതി ചെയ്യുക എന്ന നിർദ്ദേശമാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അതായത് വിവാഹപ്രായം 18ആയി ഏകീകരിക്കുക, വിവാഹമോചനത്തിലുള്ള നിയമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമെന്ന് പറയുന്നത് ഗോവയാണ്.
സമകാലീന ഭാരതത്തിൽ മതജാതി അധിഷ്ഠിത വർഗീകരണവും വ്യക്തി നിയമവും നിലനിൽക്കുന്നതിനാൽ ഒരു ഏകീകൃത സിവിൽ നിയമം അത്യാവശ്യമാണെന്നും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പുരുഷന് തുല്യമായ എല്ലാ അവകാശങ്ങളും ലഭിക്കേണ്ടതുണ്ട്, മാത്രമല്ല നിലവിലുള്ള സ്ത്രീവിരുദ്ധ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്നും ലിംഗസമത്വം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണെന്നും എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് UCCയെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചാരങ്ങൾ പിന്തുടരുവാനും പൗരന്മാർക്ക് മൗലിക അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം. ഒന്നുകിൽ ഈ വ്യക്തി നിയമങ്ങളെല്ലാം അസാധുവാക്കി ഒരു സിവിൽ കോഡ് രൂപീകരിക്കാം, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ മാത്രം ഏകീകൃത സ്വഭാവം നിലനിർത്തി വ്യക്തി നിയമങ്ങൾ പ്രത്യേക വിഭാഗമാക്കി ഉൾപ്പെടുത്തി സിവിൽ കോഡിന് രൂപം നൽകാം എന്നിങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വരുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ